ഷൈല ജോർജ് എന്ന ഭാര്യ പരാതി കൊടുത്തതിന് ശേഷം കൈറ്റിക് ബിജുവിനെ ഇനി കോർട്ടിൽ ഹാജരാക്കുന്നത് 10 ദിവസം റിമാൻഡാണ് ബിജുവിന് എഴുതിയിരിക്കുന്നത്. കൂടുതൽ വിശേഷം അറിയാനായി നമുക്ക് ഊട്ടിയില് വിദ്യയോട് ചോദിക്കാം. വിദ്യ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് എങ്ങനെ സംഭവിച്ചു? എന്തിന് സംഭവിച്ചു? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. വിദ്യ കേൾക്കുന്നുണ്ടോ? വിദ്യ ഹലോ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? വിദ്യ, ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു, എന്തിന് സംഭവിച്ചു, ആർക്ക് വേണ്ടി സംഭവിച്ചു? ഞാൻ പറയാൻ പോകുന്നത് എന്നാലും അത് ശരിയാണോ? തന്റെ ഭാര്യ ഫ്ലവർ ഷോ കൊണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് ഇന്ന് തന്നെ പറയണം. പ്രേക്ഷകർ അത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെ അഞ്ജു, ഞാനിപ്പോൾ ഊട്ടിയിലാണ്. ഊട്ടിയിലെ സബ്ജിയുടെ മുമ്പിലാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് ബിജു നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്നു. പുള്ളിയുടെ ഭാര്യയായിട്ടാണ് വന്നത്, ഷൈജയുമായിട്ട്. പക്ഷേ പുള്ളിയുടെ തീരുമാനം, പുള്ളിയുടെ പ്ലാന് പട്ടിയെയും കൊണ്ട് ഷൈജയെ കടിപ്പിക്കാനായിരുന്നു. ഷൈജയെ കടിച്ചില്ല. പക്ഷെ പുള്ളി എന്തോ ചെയ്തു, പുള്ളി ഷൈജയെ എടുത്ത് പട്ടിക്ക് നേരെ എറിയാൻ നോക്കി, കൊല്ലാൻ നോക്കി. പക്ഷെ എന്നിട്ടും പട്ടി കടിച്ചില്ല. ഇതിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പട്ടി ദിലീപ് വിട്ടതാണെന്നാണ്. നമുക്കൊന്നും അറിയത്തില്ല. പട്ടിയുടെ തുടങ്ങുന്ന ആദർശ അയച്ചെന്നു. പക്ഷെ നമ്മളിപ്പോൾ സ്ഥലം DGPയോട് നമുക്ക് സംസാരിക്കാം. മാഡം, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഈ കൈനറ്റിക് ബിജു എന്ന് പറയുന്ന ഒരു വലിയ ഭൂമാഫിയുടെ ആണ്. സ്വന്തം ഭാര്യ പട്ടിയുടെ മുള്ളിൽ കയറിയിട്ട് കൊടുക്കുകയായിരുന്നു. അവിടെ നിന്നൊക്കെ പട്ടിയുടെ തോലും ഷൈജയുടെ തലയുടെ മുടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതി ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് എന്തുവാണ് അവിടെ ബിജുവിന്റെ പ്രതികരണം എന്താണ്? കൈനറ്റിക് ബിജുയുടെ പ്രതികരണം എന്താണ്? ഇപ്പൊ കൈനറ്റിക് ബിജുവിന്റെ പ്രതികരണം എന്താ? ബിജു ഇപ്പൊ പുട്ടും പഴം കഴിക്കുകയാണ്. പഴം പഴുത്തതായിരുന്നോ? ഊട്ടിയില് എങ്ങനെയാ അത് കൊടൈക്കനാൽ സർക്കാർ കൊടൈക്കനാൽ വിടുവോ? എന്തായാലും അവിടെ പോകുന്നല്ലേ, തണുപ്പൊക്കെ അവിടെ നോക്കിട്ട് വരാം. എന്താണ് ബിജുവിന്റെ ബിജു എന്ന് വെച്ചാല് ഈ ഷൈജ എന്ന വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ്. ഷൈജ എന്ന് പറയുന്ന പുള്ളിക്കാരി ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ്. പക്ഷെ മനഃപൂർവ്വം ഒരു പട്ടിയുടെ പുള്ളിക്ക് വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നടൻ ജയന്റെ മരണവും കൈനറ്റിക് ബിജുയുടെ ഒരു അതിലെ കൈനറ്റിക് ബിജുയുടെ ഇൻവോൾവ്മെന്റ് എന്നാണ് പൂർണ്ണമായും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈനറ്റിക് ബിജുവിന് പഴയ നടൻ ജയന്റെ ആ ഒരു മരണത്തിൽ പങ്കുണ്ട്. കാരണം ഹെലികോപ്റ്ററിൽ തള്ളിയിടാൻ നേരം ബിജു അതിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോ കിട്ടിയത്. ബിജു എന്താണ് ബിജുവിന്റെ അവസ്ഥ? ബിജു കഴിക്കുന്നുണ്ടോ? ബിജു സങ്കടപ്പെട്ടിരിക്കുകയാണോ? ബിജു കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ബിജുവിന് സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു പിക്നിക് കളിക്കുന്നുണ്ട്, അവിടുത്തെ ഫുഡ് ബാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബിജുവിന് കിടക്കാൻ വേണ്ടി പാലിന് പുറത്ത് ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൂടി ഒരു കലം കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് ബിജു തന്നെ. വിദ്യ, ഈ ചൂടായ വാർത്ത ഞങ്ങൾക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി